കെവിൻ വധക്കേസിൽ കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. മുഖ്യസാക്ഷി അനീഷിന്റെ വിസ്താരമാണ് ആദ്യ ദിവസം നടന്നത്. കെവിൻ വധക്കേസിൽ നീനുവിന്റെ സഹോദരനും മുഖ്യപ്രതിയുമായ ഷാനു ചാക്കോ അടക്കം 7 പേരെ തിരിച്ചറിഞ്ഞു. കേസിൽ വിചാരണ നടപടിയുടെ ആദ്യ ദിനമായി ഇന്ന് പ്രധാന സാക്ഷിയായ അനീഷിന്റെ വിസ്താരം നടക്കുന്നത്. കെവിന്റെ ബന്ധു കൂടിയാണ് അനീഷ്. അതേസമയം ഷാനു ചാക്കോയുടെ പിതാവ് ചാക്കോ ഉൾപ്പെടെ 3 പേരെ പ്രധാന സാക്ഷിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. പ്രതികളുടെ രൂപമാറ്റവും ഒരേപോലെയുള്ള വെള്ളവസ്ത്രം ധരിപ്പിച്ച് ഇവരെ കോടതിയിൽ എത്തിച്ചതുമാണ് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായത്. കേസിൽ ജില്ലാ കോടതി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി മുൻപാകെ ജൂൺ 6 വരെ തുടർച്ചയായിട്ടാണ് വിസ്താരം നടക്കുക. 186 സാക്ഷികളെ വിസ്തരിക്കേണ്ടതിനാൽ മധ്യവേനൽ അവധി ഒഴിവാക്കിയാണ് വിചാരണ. പതിവായി 11-നാണ് കോടതി ചേരുന്നതെങ്കിലും ഈ കേസിനായി രാവിലെ 10 മുതൽ നടപടി ആരംഭിക്കും. വൈകിട്ട് 5 വരെ തുടരും. ഇതിന് ഹൈക്കോടതി പ്രത്യേക അനുമതിയും നൽകിയിട്ടുണ്ട്. കെവിനേറ്റ മർദ്ദനം സംബന്ധിച്ച് പുറം ലോകത്തെ അറിയിച്ചത് പ്രധാന സാക്ഷിയായ അനീഷാണ്. കൊല്ലപ്പെട്ട കെവിനൊപ്പം താമസിച്ചിരുന്ന ബന്ധുവായ അനീഷിനെയും പ്രതികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു. പിന്നീട് കോട്ടയത്തെത്തിച്ച് മോചിപ്പിക്കുകയായിരുന്നു. തെന്മല സ്വദേശി നീനുവിനെ വിവാഹം കഴിച്ചതിലുള്ള വിരോധം മൂലം നട്ടാശ്ശേരി സ്വദേശി കെവിൻ പി ജോസഫിനെ നീനുവിന്റെ സഹോദരൻ ഷാനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2018 മെയ് 24-നാണ് കോട്ടയത്ത് ബിരുദ വിദ്യാർത്ഥിനിയായ നീനു കെവിനെ വിവാഹം കഴിക്കുന്നത്. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹിതയായ വിവരം നീനു തന്നെയാണ് വീട്ടുകാരെ വിളിച്ചറിയിച്ചത്. പിറ്റേന്ന് നീനുവിന്റെ വീട്ടുകാർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി. വീട്ടുകാർക്കൊപ്പം നീനു പോകാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് മെയ് 27-ന് നീനുവിന്റെ സഹോദരൻ ഷാനുവിന്റെ നേതൃത്വത്തിൽ കാറിലെത്തിയ 4-അംഗ സംഘം കെവിനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. മെയ് 28-ന് കോട്ടയത്തെ ചാലിയക്കര ആറ്റിൽ നിന്ന് കെവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇവർ കെവിനെ മർദ്ദിച്ച് അവശനാക്കി ആറ്റിൽ തള്ളുകയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. കേസിൽ 186 സാക്ഷികളും 180 രേഖകളുമുണ്ട്. നീനുവിന്റെ പിതാവ് ചാക്കോ, സഹോദരൻ ഷാനു ചാക്കോ ഉൾപ്പെടെ 14 പേരാണ് കേസിലെ പ്രതികൾ. പിഴവുകൾ തിരുത്തിയ കുറ്റപത്രം പ്രതികളെ വീണ്ടും വായിച്ചു കേൾപ്പിച്ചു. കൊലക്കുറ്റം ഉൾപ്പെടെ 10 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 7 പ്രതികൾ ഇപ്പോഴും റിമാൻഡിലുമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.